അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു എളുപ്പത്തിലൊരു ബംഗാളി ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് വശക്കണം. ഒന്നിച്ച്, വേറെ ഒന്നും വേണ്ട. നമ്മൾ എത്ര എടുത്തിട്ടുണ്ടോ അളവ് അനുസരിച്ചുള്ള സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ എടുക്കുക. ഇത് ഞാനിപ്പം ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്നിച്ചരിഞ്ഞിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് വശക്കുകയാണ്. ഒരുപാടൊന്നും വശക്കണ്ട, കുറച്ചൊരു ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നോമ്പിന് ഞാൻ വെച്ച ഒരു ചിക്കൻ കറിയാണ്. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴിക്കാൻ മതി. അതിന് ശേഷം കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എന്താണെന്നുള്ളത് ചേർക്കാം. ചെറിയ തീയിലാണ്. അതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂണ്, 1 സ്പൂണ്, 1.5 സ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മസാലയാണ്, ഗരം മസാല. അതൊന്ന് അതിൻ്റെ ഒരു കുത്തുമണം പോകുന്ന വരെ ഒന്ന് വശക്കി കൊടുക്കാം. എണ്ണയൊക്കെ വളരെ കുറച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഡപ്പയിൽ നമ്മൾ മഞ്ഞളും മുളകും ഒക്കെ എടുത്ത് വെച്ച് എളുപ്പത്തിന് നമുക്ക് ചെയ്യാം. അത് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരണുണ്ട്. ഗരം മസാലയൊക്കെ ചേർത്തതല്ലേ. അതിലേക്ക് ഒരു വലിയ പൊട്ടറ്റോ അരിഞ്ഞതാണ് കേട്ടോ. ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊട്ടറ്റോയാണ്. പിന്നെ കുറച്ച് ചിക്കൻ്റെ ലെഗ് പീസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 4 ലെഗ് പീസുണ്ട്. അത് ചേർത്ത് കുറച്ച് ചിക്കനും കൂടെ, ഇത്രയേ ഉള്ളൂ. അത് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. നല്ല മിക്സ് ആക്കണം. നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഉപ്പുപൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് കുറച്ച് കട്ട്ലറ്റിന് വേണ്ടി ചിക്കൻ വേവിച്ചിട്ടുള്ളതുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റോക്കാണ്. അപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പൊട്ടറ്റോയും ചിക്കനൊക്കെ വേവാൻ വേണമല്ലോ. 1 ഗ്ലാസ് വരെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 10 മിനിറ്റ് വേവിക്കണം. ഇടയ്ക്ക് നോക്കണം. ഇത് ഞാൻ ചിക്കൻ വേവിച്ചതാണ്, കട്ട്ലറ്റിന് വേണ്ടി വേവിച്ചതാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ്. 1 ഗ്രാമ്പ്, ഏലക്ക, പട്ട. അതിൽ വളരെ കുറച്ച്, നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. അന്നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കിടയ്ക്ക്. വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ വെള്ളം തന്നെ ഒഴിച്ചത്. ഉപ്പൊക്കെ നല്ല പാകമായി. നമ്മൾ ഉപ്പിട്ട്, പിന്നെ ഇതിൽ വെള്ളത്തിൽ ഉപ്പുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റും നല്ല ഒരു ബംഗാളി ചിക്കൻ കറിയാണിത്. കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കറി റെഡിയായിട്ടുണ്ട്. ചപ്പാത്തിക്കോ ചോറിനോ എന്ത് വേണമെങ്കിലും കഴിക്കാം. നല്ല ചൂട് അപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ.
ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു ചിക്കൻ കറിയാണ്. അടുത്ത റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതാണ്.